പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി മംഗളധ്വനി മുഴക്കാൻ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. കലാനിലയം കൃഷ്ണകുമാർ. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് രാജ്യത്തെ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളാരതി ക്ഷേത്രത്തിൽ ഒരുക്കിയത്. വാദ്യങ്ങൾക്ക് തുല്യമാണ് ചെണ്ട. എല്ലാ താളവും ചെണ്ടയ്ക്ക് താഴെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി മംഗളധ്വനി മുഴക്കാൻ ഭാഗ്യം ലഭിച്ചതും ചെണ്ട കലാകാരനായ മലയാളി കലാനിലയം കൃഷ്ണകുമാറിനാണ്. വളരെ യാദൃശ്ചികമായാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ദർശിക്കാനും അവിടെ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചത്. കേരളത്തിൻ്റെ തനതു വാദ്യമായ ചെണ്ട കേരളത്തിലെ ഒറ്റ കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഗുരുജനങ്ങളോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ ആ പേരിൽ കടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം മാർഗയിൽ ജോലി നോക്കുകയാണ്. കാരണം കൊണ്ടുകൂടിയാണ് എനിക്ക് ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരാനും അവിടെ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് രാജ്യത്തെ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളാരതി ക്ഷേത്രത്തിൽ ഒരുക്കിയത്. കേരളത്തിൽ നിന്ന് ചെണ്ട മാത്രമാണ് ചടങ്ങിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതും. വർഷത്തോളമായി കൃഷ്ണകുമാറിന് ചെണ്ടയിൽ നിന്ന് വേറിട്ടൊരു ജീവിതമില്ല. തിരുവനന്തപുരം മാർഗി കഥകളി സ്കൂളിലെ ചെണ്ട അധ്യാപകനാണ് കൃഷ്ണകുമാർ. കൊളത്തൂർ വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിലും ചെണ്ട പരിശീലിപ്പിക്കുന്നുണ്ട്. ജനം, മലപ്പുറം.